ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ജോയ് വീണ ടണലിൽ കണ്ടെത്തിയതെല്ലാം റെയിൽവേയുടെ മാലിന്യമാണെന്ന വാദമാണ് മേയർ ആര്യ രാജേന്ദ്രന്റേത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ നമ്മൾ തുറന്ന് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മാറ്റുന്ന മാലിന്യങ്ങളിൽ കൂടുതലും റെയിൽവേ ഉപയോഗിക്കുന്ന അതായത് റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ട്രെയിനിൽ നിന്നോ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടിയത് അത്തരം വസ്തുക്കൾ കൂടിയാണ്. പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സ്വാഭാവികമായി ഒരു ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ്, കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ഇത്രയേറെ മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ സ്വാഭാവികം? ഇത്രയേറെ മാലിന്യങ്ങൾ ഒഴുകി വന്നത് ഈ നഗരസഭ വഴി തന്നെയല്ലേ സ്വാഭാവികം? ചൂടാണ്ട് AC ഒന്നും ഇല്ല. ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ചെയ്യും. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താ? രാത്രി നമ്മൾ 3ഉം 4ഉം പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി തരണമെന്ന് പറയുമ്പോഴും അവിടെ നിരന്തരം ട്രെയിൻ കൊണ്ടിടുകയും നമുക്ക് പല ഘട്ടങ്ങളിലായി ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സം വരുന്നു. ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസർ ഞങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു. ഞങ്ങൾ ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പൊ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ റെയിൽവേ വേണം, കോർപ്പറേഷൻ വേണം, മൈനർ ഇറിഗേഷൻ വേണം, മേജർ ഇറിഗേഷൻ വേണം. എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നല്ല. റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ആ ഭാഗത്തു നിന്നാണ്. പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരയിലല്ല ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.